ഹായ്, ഞാനിന്ന് ശംഖുമുഖത്തിനടുത്തുള്ള ഒരു ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ആ ശംഖുമുഖം ബീച്ചിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. ഇത് കണ്ടിട്ട് ആൾക്കാർ മീൻ പിടിക്കാനായിട്ടൊക്കെ പോകുന്ന സ്ഥലം പോലെയാണ് തോന്നുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്ത് ഒരുപാട് പരുന്തുകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ മീൻ ഒരുപാട് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും പരുന്തുകൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ ബീച്ചിലൊക്കെ പോയാൽ 1-2 പരുന്തിനെ കാണാറുള്ളൂ. പക്ഷേ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പരുന്തുകൾ നമുക്ക് തലയ്ക്ക് ചുറ്റി പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കടലിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന തിരയിനെക്കാട്ടിൽ ഒരുപാട് വലിയ തിരകളാണ് കാണുന്നത്. ഈ അരികിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് കിടക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു ഈ മീൻ പിടിക്കാൻ പോകുന്നവരുടെ വലയൊക്കെയാണെന്ന് തോന്നുന്നു. ദൂരത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ കാണുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര വലിയ തിരകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ശംഖുമുഖത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെയും കൂടെ വന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അവിടെ മീൻ വിൽക്കുന്നതായിട്ട് കാണാം. എനിക്കൊന്ന് ശാഖരയൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത്രയും പരുന്തുകൾ ഇവിടെ ഉള്ളത്. വൈകുന്നേരമൊക്കെ എല്ലാവരും ഈ ശംഖുമുഖത്തോട്ടൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കൂടെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പാലമൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് ഈ വലിയ തിരയിലിത് നശിച്ചു പോയതാണോ എന്നും അറിയില്ല. ഈ പരുന്തുകൾക്കിടയിൽ വേണ്ട ഒരു കാക്ക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മീൻ കിട്ടുന്ന സ്ഥലം തോന്നുന്നു. അവന് കിട്ടിയ ആ ഒരു മീനിനെ അവൻ തിന്നുന്നു. എന്തായാലും നല്ല സ്ഥലമാണ്. ഇതിനടുത്തായിട്ടൊരു പള്ളി കാണാം. പള്ളിയുടെ പണി നടക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മറക്കണ്ട. ശംഖുമുഖം ബീച്ചിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നമുക്കെത്താം. Close till I get up. Time is barely on our side. I don't wanna waste what's left. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇത് ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ പണ്ട് ബീച്ചായിരുന്നു തോന്നുന്നു. ഇവിടെയുള്ള വലിയ ശക്തമായ തിരകളാണ് ഇവിടെ ഉള്ളത്. ഈ ശക്തമായ തിരകൾ കാരണം ഇപ്പോൾ ഇവിടെ റോഡ് പണിത് സൈഡിൽ കല്ലൊക്കെ ഇട്ടിട്ട് വലിയ തിരകൾ വന്നാലും അത് ഈ റോഡിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത്ര ശക്തമായ രീതിയിലാണ് ഇവിടെ കെട്ടിപ്പടുത്ത് ഉയർത്തിയിട്ടുള്ളത്. നമുക്ക് ദൂരോട്ട് നോക്കുവാണെങ്കിൽ കാണാം തിരകളുടെ ശക്തി എത്രത്തോളം ശുഭിതമാണ് കടൽ നമുക്ക് കാണാം. ഈ മഴയുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ ഈ കടൽ ഇതിലും ശുഭിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് തിരയടിച്ച് ആ തിരവെള്ളം നമ്മുടെ റോഡിൽ വരെ കയറും. അത്രയ്ക്ക് വലിയ തിരകളാണ് ഈ സൈഡിൽ വരുന്നത്. സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാം ഒരുപാട് പാറകൾ ഇത് ഇട്ടിട്ടുണ്ട്. ഈ തിരയുടെ ശക്തി അത് കരയിലേക്ക് അത്രയും മാത്രം അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കല്ല് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത്രയ്ക്കും വലിയ തിരകളാണ് കാണാൻ പറ്റുന്നത് നമുക്കിവിടെ. ഇവിടെ ഒരുപാട് വേസ്റ്റ് അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാം. നമ്മൾ ഈ കടലിൽ വലിച്ചെറിയുന്ന ഒരുപാട് വേസ്റ്റുകളുണ്ടല്ലോ, അത് ഈ തിരയടിച്ച് തിരിച്ച് കരക്കേറി വന്നത് ഈ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കണ്ട ഒരുപാട് വേസ്റ്റുകൾ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് കാണാൻ. നമുക്ക് താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലത്തെ പായലാണ് താഴത്തെ കല്ലുകളിൽ. ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ആരും ഇവിടെ ഇറങ്ങാറൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ റോഡരികിൽ വരുന്നു, ഇത് കാഴ്ച കാണുന്നു, പോകുന്നു. നിങ്ങൾ ഈ ശംഖുമുഖത്തോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.